നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ചരിത്രപരമായ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 10:30 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഔദ്യോഗികമായി നാന്ദി കുറിക്കുക. ന്യൂ ഹാംഷയറിലെ ചെറുപട്ടണമായ ഡിക്സൺ നോച്ചിലെ 6 രജിസ്ട്രേഡ് വോട്ടർമാർ വോട്ട് ചെയ്യുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തുടക്കമാകും. നാളെ ഉച്ചയോടെ അലക്സായിലാകും വോട്ടെടുപ്പിൻ്റെ പരിസമാപ്തി. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഔദ്യോഗിക തുടക്കം. ഒളിമ്പിക്സ് മാതൃകയിലുള്ള പ്രഥമ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് എറണാകുളം മഹാരാജാസ് കോളേജ് മൈതാനത്ത് ഔദ്യോഗിക തുടക്കം കുറിച്ചുകൊണ്ട് ഒളിമ്പ്യൻ PR ശ്രീജേഷ് ദീപശിഖ തെളിയിച്ചു. നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയായി. കായികമേളയുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ എവറോളിംഗ് ട്രോഫി, മേളയുടെ ഭാഗ്യചിഹ്നമായ തക്കുടു എന്നിവയോടെ ഉള്ള ദീപശിഖ പ്രയാണം MG റോഡ് വഴിയാണ് പ്രധാന വേദിയിലെത്തിയത്. പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മേളയ്ക്കായുള്ള പ്രധാന പാചകപ്പുരയും മഹാരാജാസ് കോളേജ് മൈതാനത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഹിന്ദുക്കളായ IAS ഉദ്യോഗസ്ഥരെ ചേർത്തുകൊണ്ട് മല്ലു ഹിന്ദു ഓഫീസേഴ്സ് എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനെ ചൊല്ലിയുള്ള വിവാദത്തിൽ പ്രതികരിച്ച് വ്യവസായ മന്ത്രി P രാജീവ്. വ്യവസായ വകുപ്പ് ഡയറക്ടർ K ഗോപാലകൃഷ്ണൻ IAS അഡ്മിനായി രൂപീകരിക്കപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പ് ബന്ധപ്പെട്ട വിവാദം പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പല റിപ്പോർട്ടുകളും മാധ്യമങ്ങളിൽ വരുന്നുണ്ടെന്നും വിവാദം പരിശോധിച്ച ശേഷം നടപടിയെക്കുറിച്ച് ആലോചിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പൂരം കലക്കൽ അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിന് മുന്നിൽ മൊഴിയെടുക്കാനായി തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ ഹാജരായി. അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിൻ്റെ പോലീസ് രാജ് ആണ് ഉണ്ടായതെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി ശശിധരൻ എന്നിവർ മൊഴി നൽകി. പോലീസിന് സംഭവിച്ച വീഴ്ചകൾ ഭാരവാഹികൾ അക്കമിട്ടു നിരത്തി. 2023 പ്രശ്നങ്ങൾ 2024 ആവർത്തിച്ചെന്നും അറിയിച്ചു. വെടിക്കെട്ട് സമയത്തുണ്ടായ പ്രശ്നങ്ങളും അന്വേഷണ സംഘത്തോട് പറഞ്ഞുവെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാറും ജോയിന്റ് സെക്രട്ടറി ശശിധരനും പറഞ്ഞു. ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്ത കേസിൽ PP ദിവ്യയുടെ ജാമ്യ ഹർജിയിൽ തലശ്ശേരി ജില്ലാ കോടതി ഇന്ന് വാദം കേൾക്കും. ജാമ്യം നൽകുന്നതിനെ എതിർത്ത് നവീൻ ബാബുവിൻ്റെ കുടുംബം കക്ഷി ചേരും. തെറ്റുപറ്റിയെന്ന് ADM പറഞ്ഞെന്ന കളക്ടറുടെ മൊഴിയും പരാതിക്കാരൻ പ്രശാന്തിൻ്റെ മൊഴിയും പ്രതിഭാഗം ആയുധമാക്കിയേക്കും. കാൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് പ്രമാണിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തീയതി മാറ്റിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി സ്വാഗതാർഹമാണെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP പറഞ്ഞു. വോട്ടെടുപ്പ് തീയതിയും കാൽപ്പാത്തി രഥോത്സവവും ഒരേ ദിവസം വന്നത് വോട്ടർമാരിലും വിശ്വാസികളിലും വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും വൈകിപ്പിക്കാതെ നേരത്തെ തന്നെ പ്രതിപക്ഷത്തിന്റെ ആവശ്യം കണക്കിലെടുത്ത് വോട്ടെടുപ്പ് തീയതി മാറ്റുവാനുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കേണ്ടതായിരുന്നുവെന്നും K സുധാകരൻ പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തീയതി മാറ്റിയ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടത്തിൽ പ്രതികരിച്ചു. നേരത്തെ തന്നെ ഇക്കാര്യം സംസ്ഥാന സർക്കാരുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടേണ്ടതായിരുന്നുവെന്നും ജനങ്ങൾക്ക് നിർഭയമായി വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകട്ടെ എന്നും രാഹുൽ പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നവംബർ 20 മാറ്റിയ നടപടിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റി സ്വാഗതം ചെയ്യുന്നതായി TP രാമകൃഷ്ണൻ പറഞ്ഞു. കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ആദ്യ ദിവസമായതിനാൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് ഒക്ടോബർ 15 തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടിരുന്നതായും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തീയതി മാറ്റി വിജ്ഞാപനമിറക്കി. ഈ മാസം 13 നിന്ന് 20 വോട്ടെടുപ്പ് മാറ്റിയത്. കാൽപ്പാത്തി രഥോത്സവം നടക്കുന്ന സാഹചര്യത്തിലാണ് വോട്ടെടുപ്പ് തീയതി മാറ്റി നിശ്ചയിച്ച് തെരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്ന് വിവിധ രാഷ്ട്രീയ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. മുനമ്പം വഖഫ് ഭൂമി പ്രശ്നം പരിഹരിക്കാൻ ഈ മാസം 16 മുഖ്യമന്ത്രി ഓൺലൈൻ യോഗം വിളിച്ചു. മുഖ്യമന്ത്രിക്ക് പുറമെ നിയമ റവന്യൂ മന്ത്രിമാരും വഖഫ് ചുമതലയുള്ള മന്ത്രി V അബ്ദുറഹ്മാനും വഖഫ് ബോർഡ് ചെയർമാനും യോഗത്തിൽ പങ്കെടുക്കും. നിയമപരമായ സാധ്യതകൾ തേടുന്നതിനൊപ്പം മുനമ്പത്തെ 614 കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിലാകും ചർച്ച. കോടതിയിൽ നിലവിലുള്ള കേസുകളുടെ സ്ഥിതിയടക്കം യോഗത്തിൽ ചർച്ച ചെയ്യും. ഒരു മുസ്ലിം മത സംഘടനയും മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന അവകാശവാദം ഉന്നയിച്ചിട്ടില്ലെന്നും മുനമ്പം ഭൂമി തർക്കം പരിഹരിക്കാൻ സർവകക്ഷി യോഗം വിളിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. ഈ സാഹചര്യത്തിൽ നിലവിലെ താമസക്കാർക്ക് ഉപാധികളില്ലാതെ ഭൂമി നൽകണമെന്നും വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു.
മുനമ്പം വിഷയത്തിൽ ഇരുമുന്നണികളും നിലപാട് വ്യക്തമാക്കണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇരുമുന്നണികളും ചേർന്ന് നിയമസഭയിൽ പാസാക്കിയ പ്രമേയം തെറ്റായിപ്പോയെന്ന് വ്യക്തമാക്കണമെന്നും അതിനുള്ള ശ്രമങ്ങൾ നടത്താൻ ഇരുമുന്നണികളും തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു. മുനമ്പം ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് വഖഫ് ബോർഡ് ഉന്നയിച്ചിട്ടുള്ള അവകാശവാദം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണത്തിന് നിയമോപദേശം നൽകിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ തിരൂർ സതീഷിൻ്റെ മൊഴി രേഖപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം. ഈ മൊഴിയെ അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകാമെന്നും പോലീസിന് നിയമോപദേശം ലഭിച്ചു. ഇതിനിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാനത്ത് പലയിടങ്ങളിലായി BJPക്കായി ഹവാല പണം എത്തിച്ചെന്ന ഇടനിലക്കാരൻ്റെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങളും പുറത്തുവന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ BJPക്കായി കള്ളപ്പണം എത്തിച്ചെന്ന് ധർമ്മരാജൻ്റെ മൊഴി. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആകെ കേരളത്തിലെത്തിയത് 41 കോടി രൂപയാണെന്നും കേരളത്തിൽ നേരിട്ടെത്തിച്ചത് 14 കോടിയോളം രൂപയാണെന്നും 8 കോടി കവർച്ച ചെയ്യപ്പെട്ടുവെന്നും 3.5 കോടി കൊടകരയിൽ കവർന്നെന്നും 4.5 കോടി സേലത്തുനിന്ന് കവർന്നെന്നും ധർമ്മരാജൻ മൊഴിയിൽ പറയുന്നു. തിരൂർ സതീഷിൻ്റെ വീട്ടിൽ താൻ ഒരിക്കലും പോയിട്ടില്ല എന്ന ശോഭ സുരേന്ദ്രൻ്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കാൻ ഫോട്ടോകൾ പുറത്തുവിട്ട് തിരൂർ സതീഷ്. ശോഭയും സതീഷിൻ്റെ കുടുംബാംഗങ്ങളും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോയാണ് സതീഷ് പുറത്തുവിട്ടത്. എൻ്റെ ഫോട്ടോ തൻ്റെ വീട്ടിൽ വെച്ച് എടുത്തതാണെന്ന് സതീഷ് പറയുന്നു. ഒറ്റത്തന്ത പ്രയോഗം പിൻവലിച്ചാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ സംസ്ഥാന സ്കൂൾ കായികമേളയിലേക്ക് ക്ഷണിക്കാമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ആംബുലൻസിലോ മറ്റോ കയറി അദ്ദേഹം രഹസ്യമായി വേദിയിലേക്ക് എത്തിയാലും ഇരിക്കാൻ കസേര നൽകുമെന്നും മന്ത്രി പരിഹാസരൂപേണ പറഞ്ഞു. നടനും കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ ഒറ്റത്തന്ത പ്രയോഗത്തിൽ കേസെടുക്കാൻ പര്യാപ്തമായ രേഖകൾ സമർപ്പിക്കാൻ പരാതിക്കാരന് ഇതുവരെ സാധിച്ചില്ലെന്ന് ചേലക്കര പോലീസ്. രേഖകളോ പ്രസംഗത്തിൻ്റെ പകർപ്പോ ഹാജരാക്കിയാൽ നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടി ആലോചിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. കോൺഗ്രസ് മീഡിയ പാനലിസ്റ്റായ അഡ്വക്കേറ്റ് അനൂപ് ആണ് ചേലക്കര പോലീസിന് പരാതി നൽകിയത്. കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാരായ BJP നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP നേതാവും കോഴിക്കോട് കൗൺസിലറുമായ T. റനീഷ്. സംഭവം ചർച്ചയായതോടെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് അദ്ദേഹം പിൻവലിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയുടെ ഏറ്റവും വലിയ വാട്ടർ പ്യൂരിഫയർ സെയിൽസ് ആരംഭിച്ചു. ബോർവെള്ളം, ഫിൽട്ടർ വെള്ളം, കിണർ വെള്ളം എന്നിവ കോംബോ ഓഫർ വഴി നല്ല വെള്ളമാക്കാം. തുക തവണകളായി അടക്കാൻ EMI സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പി 9447151447. താങ്ക് യു.